കേരളത്തിലെ പുതിയ തലമുറയുടെ ലൈംഗിക താല്പര്യങ്ങൾ പോലും മാറുകയാണ്. ആണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങൾ പോലെ ഒരേ വർഗത്തിലുള്ള മനുഷ്യർ തമ്മിലുള്ള ലൈംഗികതയിലും ആസ്വാദനം കണ്ടെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. അതേക്കുറിച്ച് പരസ്യമായി പറയാനും അവർക്ക് മടിയില്ല. ഇത്തരം ലൈംഗിക ബന്ധങ്ങൾക്ക് വേണ്ടി ഓൺലൈൻ ആപ്പുകൾ വരെയുണ്ട്. ഗേ സെക്സിനായി ഡേറ്റിംഗ് ആപ്പിലൂടെ ഇടപാട്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും ചൂഷണത്തിന് ഇരകളാകുന്നു. കാസർഗോഡ് ചന്തേരയിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ 14 പേർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് ഡേറ്റിംഗ് ആപ്പ് ഇടപാടിലൂടെയെന്ന് സംശയം. സർക്കാർ ഉദ്യോഗസ്ഥനും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുമൊക്കെ പ്രതിപ്പട്ടികയിലുണ്ട്. ഗേ ഡേറ്റിംഗ് ആപ്പ് പ്രതികളിൽ ചിലർ ഉപയോഗിച്ചതായാണ് സൂചന. സംഭവത്തിൽ വ്യാപകമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. 6 പേർ ചന്തേര പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ പലപ്പോഴായി പലയിടങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് സ്കൂൾ വിദ്യാർത്ഥിയായ കുട്ടിയുടെ പരാതി. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലുള്ള 14 പേരാണ് കുട്ടിയെ പീഡനത്തിനിരയാക്കിയത്. ചന്തേര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ 8 പ്രതികളിൽ 6 പേർ കസ്റ്റഡിയിലുണ്ട്. നീലേശ്വരം, ചീമേനി സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 2 വീതമാണ് പ്രതികൾ. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷൻ അടിസ്ഥാനത്തിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ പോലീസ് സ്റ്റേഷനിലേക്കും കേസ് മാറ്റിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ, പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പട്ടികയിലുണ്ട്. പീഡനക്കേസ് രജിസ്റ്റർ ചെയ്തതോടെ ഇതിൽ പലരും ഒളിവിലാണ്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതിനായി ചന്തേര സിഐ കെ പ്രശാന്ത്, വെള്ളരിക്കുണ്ട് സിഐ കെ പി സതീഷ്, ചീമേനി സിഐ മുകുന്ദൻ, നീലേശ്വരം സിഐ എന്നിവരെ ഉൾപ്പെടുത്തി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഗേ ഡേറ്റിംഗ് ആപ്പും പ്രതികളിൽ ചിലർ ഉപയോഗിച്ചിരുന്നതായാണ് സൂചന. ഇതുവഴി കുട്ടിയുടെ വിവരങ്ങൾ കൈമാറിയിരുന്നതായും പോലീസ് സംശയിക്കുന്നു. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് 18 തൃക്കരിപ്പൂർ.